വി എസ് ഈ എങ്ങനെ വി എസ് ഇങ്ങനെ ഉറങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ആരവങ്ങളും മുദ്രാവാക്യം വിളിയെല്ലാം അവസാനിച്ചു. വി എസ് അങ്ങനെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. കേരളത്തിലെ ജനം ഒരു ജനനേതാവിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ യാത്രയപ്പ് തന്നെയാണ് വി എസിനെ കൊടുത്തിട്ടുള്ളത്. ഈ 3 ദിവസവും ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു വി എസ്. വി എസ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു മരണശേഷവും ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു. ജനം എത്രമാത്രം വി എസിനെ സ്നേഹിച്ചു എന്നതിൻ്റെ വലിയ തെളിവാണ്. 22 മണിക്കൂറെടുത്താണ് വി എസ് ആലപ്പുഴയിലെത്തിയത്. കേരളത്തിലെ ഉടനീളം, അതായത് അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജനങ്ങളും, അത് കുട്ടികളും സ്ത്രീകളും അടക്കം ആവാലവൃദ്ധ ജനങ്ങൾ വി എസിനെ കാണാൻ എത്തി എന്നുള്ളതാണ്. വി എസിന് വലിയ യാത്രയപ്പ് തന്നെയാണ് ജനം നൽകിയത്. വി എസ് അങ്ങനെ സുഖമായി ജനങ്ങൾക്ക് മാറി, തിരക്കുകൾക്ക് മാറി ഇന്നലെ രാത്രി അന്തി ഉറങ്ങി. നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കുള്ള പോലെ തന്നെ വലിയൊരു വിഷമം നമുക്ക് അതിനകത്തുണ്ട്. അതെ, തീർച്ചയാണ്. നമ്മൾ 2-3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയും. വി എസിന് ഞാൻ തിരുവനന്തപുരം തൊട്ട് എൻ്റെ കഴക്കൂട്ടം വരെ വി എസിനൊപ്പം നടന്നു. വി എസിനോട് തിരിഞ്ഞ് നടക്കാൻ കഴിയില്ല, വി എസിനെ കാണാൻ കഴിയില്ല, മുഖം നമുക്കൊന്ന് ദർശിക്കാൻ കഴിയില്ല. എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോൾ പോയി വി എസിനോട് പറയാൻ പറ്റുന്നില്ല. എല്ലാത്തിനും മാനസികാവസ്ഥയിലാണ്. മാനസികാവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല. എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോൾ പോയി പറയാൻ പറ്റുന്നൊരു ഇടമായിരുന്നു. ഇടം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള വേദന എൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞറിയാൻ കഴിയാതെ ഞാൻ വി എസുമായിട്ടുള്ള എത്രമാത്രം അടുപ്പമുണ്ടെന്ന് എനിക്ക് മാത്രം അറിയാൻ കഴിയും. അപ്പോൾ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് വി എസ് പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്തെന്നപ്പോൾ ഒരു ചെറിയ പെൻഷൻ തുക കിട്ടുന്നുണ്ട്. അപ്പോൾ പൊതുപ്രവർത്തനമായിട്ട് നിന്നുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ജോലി കിട്ടിയത്. അത് നാട്ടുകാർക്ക് വേണ്ടി ആ പണം എങ്ങനെയെങ്കിലും വിനിയോഗിക്കണം എന്നുള്ള ചിന്തയാണ് ഒരു ജനകീയ ലാബിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. അത് അവിടെ വരുന്ന പരിശോധിക്കപ്പെടുന്ന വാർദ്ധക്യം ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലെ കുടുംബശ്രീക്കാർ, തൊഴിലുറപ്പുകാർ, അങ്ങനെ ഒരു പകുതി പൈസയ്ക്ക് അവർ പരിശോധനകളൊക്കെ നടത്തി പോകാൻ കഴിയുന്ന തരത്തിലുള്ള ജനകീയ ലാബാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ 13 ഇപ്പോൾ 3 മാസം കഴിഞ്ഞു ലാബിൻ്റെ പ്രവർത്തനം. വളരെ നന്നായി പോകുന്നുണ്ട്. നമ്മൾ വി എസിൻ്റെ പേരിലല്ല തുടങ്ങിയിട്ടുള്ളത്, എന്നാലും വി എസിൻ്റെ ഒരു പടമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. വി എസ് ജീവിച്ചിരിക്കുമ്പോൾ വി എസിൻ്റെ പേരിൽ തുടങ്ങാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങാതിരുന്നത്. പക്ഷേ ഇനി അത് വി എസിൻ്റെ പേരിലായിരിക്കും ലാബ് അറിയപ്പെടുന്നത്. ഒരു ആദ്യത്തെ ഒരു ജനകീയ സംരംഭവും വി എസിൻ്റെ ആദ്യത്തെ ഒരു സ്മാരകവും കൂടിയാണ് ആ ജനകീയ ലാബ്. അത് അടുത്ത ദിവസം തന്നെ അതിന് നമ്മൾ വി എസിൻ്റെ പേര് നാമകരണം ചെയ്യും. ഇല്ല, വി എസിനെ അറിയിക്കാൻ, വി എസ് 2019 മുതൽ ഞങ്ങളും ആരുമായിട്ടും അങ്ങനെ അത്ര വി എസ് കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് വി എസിനെ അറിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിൻ്റെ സംരംഭം തുടങ്ങിയതിനെ സംബന്ധിച്ച്. ഞാൻ വക്കീലായിട്ട് എൻറോൾ ചെയ്യുന്ന സമയത്താണ് വി എസിനെ പോയി കാണുന്നത്. അവസാനമായി വി എസിനെ കാണേണ്ട ഒരു ഓർമ്മ അതാണ്. പിന്നീട് വി എസിനെ അധികം കാണാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് നല്ല ഓർമ്മയിലായിരുന്നു. ഒത്തിരി നേരം സംസാരിച്ച് ചിരിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ തിരക്കി. ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ കേസിൻ്റെ വിധി വന്നിട്ട് പോലും വി എസിനോട് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. അന്നൊന്നും എനിക്ക് വി എസിനെ വയ്യാതെ വി എസ് വിശ്രമിക്കുന്ന സമയത്താണല്ലോ എൻ്റെ വിധിയെല്ലാം വരുന്നത്. അപ്പോൾ അതൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സങ്കടം എല്ലാം മനസ്സിലുണ്ട്. ഞാൻ കൂടെ ഉണ്ടായിരുന്ന 5 വർഷം മുഖ്യമന്ത്രിയായ സമയത്ത് മാത്രമാണ്. 2003 യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ആയ സമയത്താണ് വി എസുമായിട്ട് അടുക്കുന്നത്. അതിനുശേഷമുള്ള വിദ്യാർത്ഥി സമരമെല്ലാം ഞാൻ നിൽക്കുന്ന സമയത്തും ജയിലിൽ കിടക്കുമ്പോഴും ആശുപത്രിയിൽ അടികൊണ്ട് കിടക്കുമ്പോഴെല്ലാം വി എസ് എന്നെ കാണാൻ വരുമായിരുന്നു. അങ്ങനെ ആ ബന്ധം ദൃഢമായി. പിന്നെ മുഖ്യമന്ത്രി ഓഫീസിൽ വന്ന സമയത്ത് വി എസ് എന്നെ വിളിച്ച് ജോലി തന്നു. ആ ജോലി 5 വർഷം തുടർന്നു. അതിനുശേഷം ബന്ധം അവസാന സമരം ബന്ധം തുടർന്നു. എൻ്റെ 10-22 വർഷമായിട്ടുള്ള അടുത്ത ബന്ധമാണ് വി എസ്. അധികം ആരെയും അടുപ്പിക്കാത്ത ഒരാളാണ് വി എസ്. എങ്ങനെയാണ് അത്രയും ആ ഒരു അടുപ്പ സർക്കിളിലേക്ക് കയറാൻ കഴിയും? ഇപ്പം തന്നെ നമ്മളൊരു ചെന്ന് മാരാരിക്കുളത്താണ് എൻ്റെ വീട്. അങ്ങനെ തന്നെ വി എസിന് വൈകാരികമായ വല്ല അടുപ്പമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരാൾ ചെന്നു, ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായിട്ട് ചെന്നു. എല്ലാ ദിവസവും വി എസിനെ കാണാൻ ചെല്ലും.
അന്നത്തെ വിദ്യാർത്ഥി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വി എസിനോട് സംസാരിക്കും. വി എസ് ആ കാര്യങ്ങൾക്ക് ഇടപെടും. അപ്പോൾ നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ ജെന്യൂനാണ് എന്ന് തോന്നിയാൽ വി എസ് നമ്മളൊപ്പം നിൽക്കും. നമ്മളൊരു പരാതി കൊണ്ട് കൊടുത്താൽ, ഒരു പരാതി 4 പേജുള്ളൊരു പരാതിയാണെങ്കിലും ബഹുമാനപ്പെട്ടതെന്ന് തുടങ്ങുന്ന ഭാഗം തൊട്ട് അടിയിൽ ഒപ്പ് വരെ, പേര് സ്നേഹപൂർവ്വം ആളുടെ പേര് വായിച്ചിട്ട് ഒപ്പ് വരെ വായിക്കും. പക്ഷെ അത് മുഴുവൻ വി എസ് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ വി എസ് അതിനകത്ത് തീരുമാനമെടുക്കും. അത് നമ്മൾ ഈ പുതിയ നേതാക്കന്മാരൊന്നും കാണാത്തൊരു സ്വഭാവമാണ്. എന്താ നിങ്ങൾ വിഷയം പറയൂ, പറഞ്ഞ് സംസാരിച്ച് കേൾക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, വി എസ് നമ്മളോട് കൊടുക്കുന്നൊരു പരാതി മുഴുവൻ ഈ ബഹുമാനപ്പെട്ടതെന്ന് തുടങ്ങുന്നത് തൊട്ട് താഴെ വരെ വായിച്ചു നോക്കും. എന്നിട്ടാണ് വി എസ് ആ കാര്യത്തിൽ ഇടപെടുന്നത്. കാരണം അത്ര സമയം കണ്ടെത്തി വി എസ് ഇരിക്കും. ഇപ്പോൾ ഒരു SI ഒരു പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ DGP വിളിച്ചാൽ മതി. വി എസ് നേരെ ആ സ്ഥലത്ത് SI വിളിക്കുക, നേരിട്ട് ആ ആൾക്കാരെ മുമ്പിൽ നിന്ന് വില്ലേജ് ഓഫീസറെ വിളിക്കും. അത്ര കണ്ട് ആൾക്കാരെ എങ്ങനെ സഹായിക്കാൻ കഴിയും, അത്തരത്തിൽ വി എസ് സഹായിച്ചിട്ടുണ്ട് ആ സമയം തന്നെ. അതിനെല്ലാം പ്രതിഫലനമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നേരിട്ട് ഒരാൾക്ക് ജോലി കൊടുക്കുന്നതല്ല, ഒരു പ്രശ്നത്തിൽ ഇടപെട്ടത് പരിഹരിക്കുകയാണല്ലോ വി എസ്.